Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ x square plus x plus 1 by x plus 2 into x square plus 1 dx. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ രണ്ട് ടേം ആയിട്ട് തിരിക്കണം. തിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ x square plus x plus 1 divided by x plus 2 into x square plus 1. നമുക്ക് എങ്ങനെ എഴുതാം? a by x plus 2 plus bx plus c divided by x square plus 1. അങ്ങനെ രണ്ടായി തിരിച്ചു. ഇനി നമുക്ക് a യുടെയും b യുടെയും c യുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അതിന് എന്ത് ചെയ്യണം? x square plus x plus 1 is equal to a into x square plus 1 plus bx plus c divided by bx plus c into x plus 2. ഇനി നമുക്ക് a യുടെയും b യുടെയും c യുടെയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ put x is equal to -2 കൊടുക്കും. -2 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 4, ഇവിടെ -2, ഇവിടെ +1. ഈ ടൈമിൽ എന്ത് കിട്ടും? 4 5 5a, ഇവിടെ നമുക്ക് എന്തായി പോകും? 0. അപ്പോൾ 4 5 5 - 2 എത്ര കിട്ടണേ? 3. 3 is equal to 5a. therefore a യുടെ വാല്യൂ എത്രയാണ്? 3/5. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് a എന്ന കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. a is equal to എന്ത് കിട്ടി? a is equal to 3/5. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? b നെയും c നെയും കണ്ടുപിടിക്കണം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറ്റില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം? കമ്പയറിംഗ് ദി കോഎഫിഷ്യന്റ്സ് ഓഫ് x സ്ക്വയർ. കമ്പയറിംഗ് the coefficients of x square on both sides. കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടണേ? 1. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടണേ? ഇവിടെ a എന്ന്. ഇവിടെ എന്ത് കിട്ടും? b. അപ്പോൾ a plus b is equal to 1 ആണെങ്കിൽ b സമം എന്താണ്? 1 minus a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus 3/5. 5 minus 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/5. അപ്പോൾ a b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2/5 b യുടെ. ഇനി നമുക്ക് ആരുടെ വാല്യൂ കിട്ടണ്ടേ? c യുടെ വാല്യൂ കിട്ടണം. c യുടെ വാല്യൂ കിട്ടണം എന്ത് ചെയ്യണം? പുട്ട് x is equal to 0 കൊടുക്കണം. ഇക്വേഷൻ x is equal to 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ a വരും. ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ a മാത്രമേ വരുള്ളൂ. ഇവിടെ x 0 0 ആയി പോകും, 0 ആയി പോകും. 2c a plus 2c. അപ്പോൾ 2c സമം എന്താണ്? 1 minus c. 1 minus a എത്രയായിരുന്നു? 3/5 ആയിരുന്നു. അപ്പോൾ 5 minus 3 2/5. therefore c യുടെ വാല്യൂ എത്രയാണ്? 1/5. അപ്പോൾ a കിട്ടി, b കിട്ടി, c. a യും b യും c യും ഒക്കെ കിട്ടി. a യുടെ വാല്യൂ എത്ര കിട്ടി? 3/5 കിട്ടി. b യുടെ വാല്യൂ എത്ര കിട്ടി? 2/5 കിട്ടി. c യുടെ വാല്യൂ എത്ര കിട്ടി? 1/5. ഇനി നമുക്ക് therefore നമ്മുടെ i is equal to integral of, ഇവിടെ ഇതിന് പകരം നമുക്ക് a ക്ക് പകരം എന്ത് എഴുതാം? a ക്ക് പകരം 3/5 divided by x plus 2 dx plus integral of b ക്ക് പകരം എന്ത് എഴുതാം? 2/5 into x plus c ക്ക് പകരം എന്ത് എഴുതാം? 1/5 divided by x square plus 1. Okay. This is equal to 3/5 into integral of 1 by x plus 2 dx plus ഇവിടെ എന്ത് എഴുതാം? 2/5 x by x square plus 1. ഈ 2 നമുക്ക് ഔട്ട്പുട്ട് ഇടാം. 2x 3x plus 1/5 integral of 1 by x square plus 1 dx. അപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് മാറ്റി. ഈ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടണമെങ്കിൽ 3/5 integral of 1 by x plus 2. integral of 1 by x എന്ന് പറഞ്ഞാൽ എന്താണ്? log x ആണ്. അപ്പോൾ 1 by x plus 2 എന്താണ്? log mod x plus 2 plus 1/5 into integral of 2x by x square plus 1 എന്താണ്? ഈ x square plus 1 ന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് ആയിട്ട് log of ഡിനോമിനേറ്റർ എഴുതാം. log of modulus of x square plus 1 plus 1/5 into integral of 1 by x square plus 1 എന്താണ്? 1 by x square plus 1 എന്ന് പറഞ്ഞാൽ tan inverse x. integral of 1 by 1 plus x square എന്ന് പറഞ്ഞാൽ tan inverse x ആണ്. therefore tan inverse x. നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടി. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 3/5 log modulus of x plus 2 plus 1/5 log modulus of x square plus 1 plus 1/5 tan inverse x plus c.
അപ്പൊ നമ്മളിത് ചെയ്യാനായിട്ട് എന്ത് മെത്തഡാണ് ഉപയോഗിച്ചത്? പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഏത് നമ്മൾ ഉപയോഗിച്ചപ്പോൾ a/x+2 എന്ന് എഴുതി. ഇവിടെ നമ്മൾ bx+c എഴുതി. കാരണം എന്താണ്? എക്സിന്റെ പവർ 2 ആയിരുന്നു. അതിനുശേഷം എയും ബിയും സിയും കണ്ടുപിടിച്ചു. എയും ബി സി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം x -2 കൊടുത്തപ്പോൾ a കിട്ടി. പിന്നെ നമുക്ക് ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് കമ്പയറിംഗ് ദ കോഎഫിഷ്യന്റ് x സ്ക്വയറും പിന്നെ പുട്ട് x 0 കൊടുത്തപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ ബിയുടെ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് വന്നു. അങ്ങനെ ഫസ്റ്റ് നമുക്ക് 3/5 log modulus of x+2, 1/5 log modulus of x² + 1 plus 1/5 tan inverse x plus c എഴുതിയെടുത്തോട്ടോ. 2019 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. എല്ലാവരും എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും പുതിയ ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫോർമുലാസ് അവിടെ എഴുതാൻ മടിക്കരുത്. ആ ഫോർമുലാസ് അവിടെ കൃത്യമായിട്ട് എഴുതണം. ആ ഫോർമുലാസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. ഇപ്പൊ റിസോൾവിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റുകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ഫാക്ടർ. ആ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആ കോൺസ്റ്റന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. Next question. Show that integral 0 to a f of x dx is equal to integral 0 to a f of a minus x dx, and hence evaluate integral 0 to pi/2 x divided by sin x plus cos x. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 2019 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ റിസൾട്ട് ഒന്ന് പ്രൂവ് ചെയ്യാം. നമ്മുടെ പ്രോപ്പർട്ടി ഡെഫിനറ്റ് പ്രൂവ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ലെഫ്റ്റ് ട്രാൻസ്ലേറ്റ് I is equal to integral 0 to a f of a minus x dx. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. a minus x ന് നമ്മൾ t എന്ന് കൊടുക്കുക. അപ്പോൾ മൈനസ് dx equal to dt. അപ്പോൾ dx സമം എന്താണ്? മൈനസ് dt. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ f of a minus x എന്ന് പറഞ്ഞാൽ t ആണ്. f of t into minus dt. ഈ x is equal to 0 ആവുമ്പോൾ t സമം എന്ത് വരും? a വരും. ലോവർ ലിമിറ്റ് a വരും. x is equal to a വരുമ്പോൾ t സമം എന്ത് വരും? നമുക്ക് t സമം 0 ആയി വരും. അപ്പോൾ a to 0. ഇത് നമുക്ക് മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് ലിമിറ്റ് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ 0 to a f of t dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ 0 to a f of x dx. ഇതാണ് ഇതിന്റെ പ്രൂഫ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x dx. അപ്പോൾ പ്രൂഫ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മുടെ പ്രോബ്ലം ചെയ്യണം. നമ്മുടെ പ്രോബ്ലം എന്താണ്? ഇന്റഗ്രൽ 0 to pi/2 x divided by sin x plus cos x ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എഴുതിയെടുത്തോട്ടോ. സിമ്പിൾ പ്രൂഫ് ആണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നുമില്ല, a minus x ന് t കൊടുക്കുക. അതിനുശേഷം അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയിലോട്ട് മാറ്റി ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിന്റെ റിസൾട്ട് ഉപയോഗിച്ച് രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ചെയ്യും. രണ്ടാമത്തെ സെക്ഷൻ ചെയ്യുമ്പോൾ
രണ്ടാമത്തെ സെക്ഷൻ ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to pi by 2 x by sin x plus cos x ആണ് നമ്മൾ ലെറ്റ് സാധാരണ ചെയ്യുന്നത് ലെറ്റ് I is equal to ഇന്റഗ്രൽ 0 to pi by 2 x dx by sin x plus cos x. ആദ്യം തന്നെ നമ്മൾ അങ്ങനെ എഴുതി വെക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ 0 to pi by 2 ഈ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, a minus x. ഇവിടെ എന്താണ്, pi by 2 ആണ്. അപ്പൊ pi by 2 minus x ന്യൂമറേറ്ററിൽ pi by 2 minus x ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് sin pi by 2 minus x plus cos pi by 2 minus x. അപ്പോ x കാണുന്ന പോയിന്റിലൊക്കെ നമ്മൾ എന്ത് കൊടുത്തു, pi by 2 minus x. ഇനി നമുക്ക് നോക്കാം 0 to pi by 2 minus x divided by sin pi by 2 minus x എന്താണ്, cos x ആണ്. cos pi by 2 minus x എന്താണ്, sin x ആണ്. അപ്പോ I is equal to നമുക്ക് കിട്ടിയത് 0 to pi by 2 minus x divided by cos x plus sin x. അത് നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അല്ല ആൾസോ I is equal to നമുക്ക് ഇത് ഫസ്റ്റ് I നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുന്ന, രണ്ടാമത് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടിയാണ് കൂട്ടുക. ഇത് നമുക്ക് 1 എന്ന് എടുക്കാം, ഇത് നമുക്ക് 2 1 plus 2 1 2 കൂട്ടുക. 1 plus 2 കൂട്ടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, 2I is equal to അല്ലേ, 2I is equal to I കൂട്ടുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ സെയിം ആണ്. അപ്പോ 0 to pi by 2 x dx x plus ഇവിടെ എന്താണ് pi by 2 minus x divided by sin x plus cos x. ഈ ഫസ്റ്റ് ഐയും രണ്ടാമത്തെ ഐയും കൂടി കൂട്ടി, അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 2I കിട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അത് കിട്ടും, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ കൂട്ടുമ്പോൾ x plus pi by 2 minus x, ഈ x ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് 2I സമയത്ത് കിട്ടുന്നത് pi by 2 integral 0 to pi by 2 dx divided by sin x plus cos x. ഇങ്ങനെ വന്നിട്ടാണ്. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2I is equal to pi by 2 integral 0 to pi by 2 dx divided by sin x plus cos x. ഇനി നമ്മൾ ഇതിനെ വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ട്രിക്കാണ്. ആ ട്രിക്ക് എന്താണെന്ന് നോക്കിക്കോട്ടോ. 2I is equal to pi by 2 integral 0 to pi by 2. ഇവിടെ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 1/√2 കൊടുക്കും. അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ 1/√2 dx divided by sin x into √2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്, cos pi by 4. cos pi by 4 പ്ലസ് അവിടുത്തെ cos x, അവിടെ എന്താ വന്നു cos x sin pi. നമുക്ക് ഇതിന്റെ ആൻസർ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന സൂത്രവിദ്യയാണ്. എന്താണ് ആ സൂത്രവിദ്യ, നമ്മൾ cos pi by 4 ന്റെ വാല്യൂ 1/√2 എന്നറിയും. അപ്പൊ ആ 1/√2 കൊണ്ട് മുകളിലും ഹരിച്ചു താഴെ ഹരിച്ചു. ഇവിടെ 1/√2 dx എഴുതി, ഇവിടെ 1/√2 cos pi by 4 എഴുതി. അപ്പൊ ഈ cos pi by 4 പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പഴയ ആൻസർ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ചെയ്ത സൂത്രവിദ്യ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണം നോക്കി, this is equal to 2I is equal to pi by 2 into 1/√2 പുറത്തേക്ക് എഴുതാം, 1/√2 dx divided by sin a cos b plus cos a sin b. sin a cos b plus cos a sin b എന്താണ്, sin a plus b ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, sin x plus pi by 4 എന്ന് എഴുതാം. കണ്ട sin x plus pi by 4 എന്ന് എഴുതാം. ഇനി നോക്കിയേ 2I is equal to pi by 2√2 into ഇവിടെ 1 by sin pi x plus pi by 4 എന്താണ്, cosec x plus pi by 4. 1 by sin x plus pi by 4 നമ്മൾ മുകളിലോട്ട് തിരിച്ചപ്പോ cosec x plus pi by 4 cosec x plus pi by 4. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ, this is equal to ഇവിടെ ഈ 2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ I is equal to pi by 4√2 അല്ലേ. നമുക്ക് I ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 അങ്ങോട്ട് പോയി കഴിയുമ്പോൾ pi by 4√2. then ഇവിടെ ഇന്റഗ്രൽ ഓഫ് cosec x plus pi by 4. cosec x plus pi by 4 ന്റെ ആൻസർ എന്താണ്, അതിന്റെ ആൻസർ log, നമ്മൾ ഓർത്തിരിക്കണം, log
cosec x pi by 4 minus log cosec x plus pi by 4 minus cot x pi by 4. Cot x plus pi by 4. ഇത് നിങ്ങൾ ഓർത്തിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കൊസീക്കിന്റെ ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഡി എക്സ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് പ്ലസ് പൈ ബൈ 4 ആണ്. എക്സ് പ്ലസ് പൈ. അപ്പൊ കോസീക് ലോഗ് കൊസീക് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് കോട്ട് എക്സ് പ്ലസ് പൈ ബൈ 4. ഡെറിവേഷൻ കഴിഞ്ഞു അല്ലേ? ഡെറിവേഷൻ കഴിഞ്ഞില്ലേ? therefore നമുക്ക് ഇപ്പോ i ന്ന് എന്ത് കിട്ടി? പൈ ബൈ 4 റൂട്ട് 2 and therefore I is equal to pi by 4 root 2 അല്ലേ? pi by 4 root 2 cosec x plus pi by 4 minus cot x plus pi by 4. നമ്മുടെ ലിമിറ്റ് എന്താണ്? 0 to ലിമിറ്റ് 0 to എന്തായിരുന്നു? pi by 2 0 to pi. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ